ഈ CPIയുടെ സ്ഥാനാർത്ഥി നിർണയം കാണുമ്പോൾ പലരും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. കാരണം ഇവരൊക്കെ എങ്ങനെ സ്ഥാനാർത്ഥികളായി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ പറവൂർ സീറ്റ് പലപ്പോഴും CPI VD സതീശന് വേണ്ടിയിട്ട് ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഇടുന്നു എന്നുള്ള ആരോപണം ഉയരാൻ തുടങ്ങിയിട്ട് ഒരു 25 വർഷത്തിൻ്റെ പഴക്കമുണ്ട് തന്നെ. പ്രാദേശിക നേതാക്കന്മാരുടെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ പറയുമായിരിക്കും, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയത്തില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിട്ട യന്ത്രം പോലെ അവരുടെ സംഘടനാ സംവിധാനം പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞേക്കാം. ടൈസൺ മാസ്റ്റർ ശക്തി കുറഞ്ഞൊരു നേതാവാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തോ ഒരു അപാകത ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമാണ്. PS സുബാലിനെ പോലെയും സുനിൽ കുമാറിനെ പോലെയും ഒക്കെയുള്ള ആളുകളെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്രാവശ്യം മാറ്റി നിർത്തുന്നത് ഉചിതമായ ഒരു നടപടിയായിരിക്കില്ല CPIക്ക് എന്നൊരു പക്ഷം കൂടി എനിക്കുണ്ട്. PS സുബാലിനെയും അതോടൊപ്പം തന്നെ സുനിൽ കുമാറിനെയും ഒക്കെ ഇപ്രാവശ്യം മത്സരരംഗത്ത് ഇറക്കേണ്ടിയിരുന്നു എന്നുള്ള ഒരു പക്ഷമാണ് പറയാനുള്ളത്. അതുകൂടാതെ തന്നെ ബിനോയ് വിശ്വമായിരുന്നു VD സതീശനെതിരെ മത്സരിക്കേണ്ടിയിരുന്നത്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ CPI ഇപ്പം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും CPI മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെ പണത്തിന് വേണ്ടിയിട്ടാണോ? ഇത് പല ആളുകളും പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ CPIയുടെ സ്ഥാനാർത്ഥി നിർണയം കാണുമ്പോൾ പലരും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. കാരണം ഇവരൊക്കെ എങ്ങനെ സ്ഥാനാർത്ഥികളായി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് CPIയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എങ്കിൽ തന്നെയും നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് CPI മത്സരിച്ച് തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണ് പറവൂർ സീറ്റ് എന്ന് പറയുന്നത്. ഈ പറവൂർ സീറ്റ് പലപ്പോഴും CPI VD സതീശന് വേണ്ടിയിട്ട് ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഇടുന്നു എന്നുള്ള ആരോപണം ഉയരാൻ തുടങ്ങിയിട്ട് ഒരു 25 വർഷത്തിൻ്റെ പഴക്കമുണ്ട് താനും. CPMന് വളരെ വലിയ രീതിയിൽ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് ഈ പറവൂർ മണ്ഡലം എന്ന് പറയുന്നത്. ആ പറവൂർ മണ്ഡലം ഒരുപക്ഷെ CPM ഏറ്റെടുത്തിരുന്നുവെങ്കിൽ അവിടെ VD സതീശൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നേനെ എന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്കുള്ളത്. ഇത് കൂടാതെ ഇപ്രാവശ്യം VD സതീശനെതിരെ മത്സരിപ്പിക്കുന്നത് ടൈസൺ മാഷയാണ്. ടൈസൺ മാഷ് കയ്പമംഗലം MLA ആണ്. ടൈസൺ മാഷ് ശക്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തനാണ് എന്നും പറയാം. പക്ഷേ ഈ ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പ് അത് ടൈസൺ മാസ്റ്റർക്ക് നേരിടേണ്ടി വരും. കാരണം മറ്റൊരു ജില്ലയിൽ നിന്ന് പറവൂരിൽ വന്ന ടൈസൺ മാസ്റ്റർ മത്സരിക്കുന്ന സമയത്ത് പ്രാദേശിക നേതാക്കന്മാരുടെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ പറയുമായിരിക്കും, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയത്തില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിട്ട യന്ത്രം പോലെ അവരുടെ സംഘടനാ സംവിധാനം പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറവൂരിൽ മത്സരിക്കുന്നതാരാണ്? പറവൂരിൽ മത്സരിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരേണ്ടിയിരുന്ന ഒന്നെങ്കിൽ ബിനോയ് വിശ്വത്തെ പോലുള്ള നേതാക്കന്മാരെയാണ്, അല്ലെങ്കിൽ സുനിൽ കുമാറിനെ പോലുള്ള മുൻ മന്ത്രിയായിട്ടുള്ള സുനിൽ കുമാറിനെ പോലെയുള്ള ജനകീയരായിട്ടുള്ള നേതാക്കന്മാരെയാണ് കൊണ്ടുവരേണ്ടത്. ഒന്നും അല്ലെങ്കിൽ പുനലൂർ സീറ്റ് 2 ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറ്റുന്ന PS സുബാലിനെ കൊണ്ടേ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒരു മത്സരം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ ടൈസൺ മാസ്റ്റർ ശക്തി കുറഞ്ഞൊരു നേതാവാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തോ ഒരു അപാകത ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെയുള്ളത് നാട്ടിക നിയോജക മണ്ഡലം MLA ആയിട്ടുള്ള CC മുകുന്ദൻ്റെ വിഷയമാണ്. ഈ CC മുകുന്ദനോട് നമുക്കൊക്കെ നേരത്തെ ഒരു അനുകമ്പയും കാരുണ്യവും ഒക്കെ തോന്നിയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേൽക്കൂര പൊളിഞ്ഞു പോയിട്ട് അതുപോലും മാറ്റാൻ പണമില്ലാതിരിക്കുന്ന CC മുകുന്ദൻ, അപകടം പറ്റി വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന CC മുകുന്ദൻ, ആ CC മുകുന്ദനോട് നമുക്ക് വളരെ അനുകമ്പയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം സ്വയമായിട്ട് താൻ മത്സരിക്കും, എൻ്റെ വീട്ടിലെ 6 വോട്ടുണ്ട്, ആ 6 വോട്ട് എനിക്ക് കിട്ടിയാൽ മതി, അതിനപ്പുറത്തേക്ക് വേറെ ഒരു കൺസേൺ എനിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിലെ സഖാവ് എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അത് കൂടാതെ തന്നെ ഇദ്ദേഹം BJPയുമായിട്ടും കോൺഗ്രസുമായിട്ടും ചർച്ചകൾ കൂടി നടത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അധികാരമോഹം അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പണത്തോടുള്ള ആർത്തി അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഈ പറഞ്ഞ നാട്ടിലേക്ക് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഏതൊരു ഗീതാ ഗോപി എന്ന് പറയുന്ന ഒരു വനിതാ സഖാവിനെയാണ് അവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് അവർ അത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരാളൊന്നുമല്ല. നാട്ടികയിലെ സീറ്റ് പേയ്മെന്റ് സീറ്റാണ് എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഈ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു സ്ത്രീയോടുള്ളൊരു ബഹുമാനമെങ്കിലും ഇദ്ദേഹം കാണിക്കേണ്ടിയിരുന്നു എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാനുള്ളത്. തനിക്ക് സീറ്റ് കിട്ടാത്ത പക്ഷം അത് പേയ്മെന്റ് സീറ്റായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ ഗീതാ ഗോപിയെ സംബന്ധിച്ചിട്ട് ഈ പേയ്മെന്റ് സീറ്റിന് ക്യാഷ് കൊടുക്കാനായിട്ട് അവരുടെ ഇത്ര ഉള്ള സമ്പന്നയാണോ? അവർ സമ്പന്നയൊന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിൽ എന്തൊക്കെയോ നമ്മൾ മണക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സീറ്റ്
നേരത്തെ തന്നെ നിഷേധിക്കപ്പെടും എന്നുള്ള ഒരു യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സീറ്റ് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പത്രക്കാരോട് പറയണം എന്ന് അദ്ദേഹം പ്രിപ്പയർ ആയിരുന്നു. അതുകൂടാതെ തന്നെ മറ്റു പല നേതാക്കന്മാരുമായിട്ടും BJP നേതാക്കന്മാരുമായിട്ട് വരെ ഫോണിൽ ചർച്ചയ്ക്ക് തയ്യാറായി എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. എത്ര ദയനീയമാണ് ആ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. തൃശ്ശൂർ ബാലചന്ദ്രൻ ഒരൊറ്റ ടൈമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. അദ്ദേഹത്തെ മാറ്റിയിട്ട് വേറെ ആളാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് പറഞ്ഞത്, പാർട്ടി എനിക്കൊരു അവസരം തന്നു, അതിനുശേഷം പാർട്ടിയോട് മാറാൻ വേണ്ടി ആവശ്യപ്പെട്ടു, പാർട്ടി മാറാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് ഞാൻ മാറിക്കൊടുക്കുന്നു. എത്ര മാന്യമായിട്ടാണ്. 5 വർഷം MLA ആയിട്ട് അദ്ദേഹം ഇരുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ CC മുകുന്ദനും 5 വർഷം MLA ആയിട്ട് തന്നെയല്ലേ ഇരുന്നത്. അതിനുശേഷം പിന്നീട് ഒരു കാര്യം കൂടി അദ്ദേഹം വിചാരിക്കണ്ടേ, കാരണം എത്രയോ ആളുകൾ ഈ CPI-ക്കകത്താണെങ്കിലും കോൺഗ്രസിനകത്താണെങ്കിലും CPM-നകത്താണെങ്കിലും എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഒരു വാർഡ് മെമ്പർ പോലും ആകാതിരിക്കുന്നു. ആ സമയത്തല്ലേ 5 വർഷം CC മുകുന്ദൻ MLA ആയിട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ സാമ്പത്തികാവസ്ഥ മോശമാണ് എന്ന് പറയുന്ന സമയത്തും MLA-മാർക്ക് പെൻഷൻ ഇല്ലേ? ഈ 5 വർഷം MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വേതനമില്ലേ? നമ്മൾ സഹതാപം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ദാരിദ്ര്യം അഭിനയിക്കുന്ന വലിയ കഥയൊന്നുമില്ല. ഒരു MLA വിചാരിച്ചാൽ ഒരു വീട് പണിയാൻ സാധിക്കില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മാന്യമായിട്ടുള്ള ശമ്പളമുണ്ട്, ലോണുകൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനൊക്കെ നമുക്ക് ആ രീതിയിലൊന്നും അത്ര വലിയ രീതിയിലൊന്നും പിന്തുണച്ചുകൊണ്ട് സംസാരിക്കാനായിട്ടൊന്നും സാധിക്കുന്ന വിഷയമല്ല. പിന്നീട് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ PS സുബാലിനെ പോലെയും സുനിൽ കുമാറിനെ പോലെയും ഒക്കെയുള്ള ആളുകളെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്രാവശ്യം മാറ്റി നിർത്തുന്നത് ഉചിതമായ ഒരു നടപടി ആയിരിക്കില്ല CPI-ക്ക് എന്നൊരു പക്ഷം കൂടി എനിക്കുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. 2026 അധികാരത്തിൽ വരുന്ന സർക്കാരിന്റെ കീഴിലാണ് ഡീലിമിറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2008 അവസാനത്തെ ഡീലിമിറ്റേഷൻ നടന്നിട്ടുള്ളത് നിയോജക മണ്ഡലങ്ങളുടെ. അപ്പോൾ വീണ്ടും അത് നടക്കാൻ പോകുന്നത് ഈ വർഷങ്ങളിലാണ്. അത് 2028 നടക്കാൻ വേണ്ടി പോകുന്നത്. ആ 2028 നടക്കുന്ന സമയത്ത് ഏത് മുന്നണിയാണോ അധികാരത്തിലിരിക്കുന്നത് ആ മുന്നണിയുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഡീലിമിറ്റേഷൻ പൂർത്തീകരിക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി LDF ഉൾക്കൊള്ളണം. അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിട്ടെന്ന് വെച്ചാൽ ഇനിയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. കാരണം BJP-യുടെ വളർച്ചയെ നിസ്സാരമായിട്ട് നമ്മൾക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്രാവശ്യം ഒരു സീറ്റ് നേടുമോ നേടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ ആനന്ദ ബോസ് ബംഗാൾ ഗവർണറായിരുന്നു, അദ്ദേഹത്തെ രാജിവെപ്പിച്ചു കേരളത്തിൽ കൊണ്ട് ഒന്ന് മത്സരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇമ്പാക്ട് കേരളത്തിലെ പൊളിറ്റിക്സിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ തന്നെയും ഈ CPI-യുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ട് അതോടൊപ്പം തന്നെ വൈക്കം MLA ആശയും പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായ എതിർപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്ന ആശയ്ക്കൊക്കെ വീണ്ടും ഒരു ടേം കൂടെ കൊടുക്കണമെന്നേ. കാരണം അവരെ പോലുള്ള MLA ഒക്കെ ആവശ്യമാണ്. എങ്കിലും CPI-യുടെ സംഘടനാ സംവിധാനം അനുസരിച്ചിട്ട് ആശയ്ക്കൊക്കെ വീണ്ടും സീറ്റ് കൊടുക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ ചുരുക്കമാണ്. അത് കൂടാതെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ വൈക്കത്ത് ഇപ്പോൾ സണ്ണി കപ്പിക്കാടായിരിക്കും ഒരു പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ശക്തമായ എതിർപ്പിലാണ്. കാരണം പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു ദളിത് നേതാവിനെ കൊണ്ടുവരുന്നതിൽ ശക്തമായ എതിർപ്പുണ്ട് അവിടെ. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തുമുള്ള ആളുകളെ പരിഗണിക്കാതെ പാർട്ടിക്ക് പുറത്തു നിന്ന് ഉള്ള ആളുകളെ കൊണ്ടുവന്ന് അദ്ദേഹം പാർട്ടി മെമ്പർ കൂടി പോലുമല്ല, കോൺഗ്രസ് അംഗം പോലുമല്ല സണ്ണി കപ്പിക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ സണ്ണി കപ്പിക്കാടിനെ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന സമയത്ത് രാഷ്ട്രീയ പോരാട്ടമല്ല നടത്തേണ്ടത്. രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന സമയത്ത് സ്വന്തം പാർട്ടിക്കാർക്ക് അവസരങ്ങൾ നൽകേണ്ടേ? അത് CPM ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. ഈ പൊതു സ്വതന്ത്രത്തിലേക്ക് പോകുന്നതിന് പകരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരെ രാഷ്ട്രീയമായിട്ട് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർജവമാണ് എല്ലാ പാർട്ടികളും കാണിക്കേണ്ടത്. മറിച്ച് ഈ സാംസ്കാരിക പ്രവർത്തകരെയൊക്കെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. കാരണം സാംസ്കാരിക മേഖലയിൽ നിന്നും അതോടൊപ്പം തന്നെ വിവിധ സിനിമാ മേഖലകളിൽ നിന്നൊക്കെ ആണെങ്കിൽ വിവിധ മേഖലകളിൽ നിന്ന് ഒക്കെയുള്ള ആളുകൾ നിയമസഭയിലേക്ക് എത്തേണ്ടതുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ തന്നെയും ഈ സണ്ണി കപ്പിക്കാടിനെ പോലുള്ള ആളുകളെയൊക്കെ കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റ് ഈ സിനിമാ പ്രവർത്തകരെയൊക്കെ കൂടുതലായിട്ട് CPM മത്സരിപ്പിക്കുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഏതെങ്കിലും CPI-യുടെ സ്ഥാനാർത്ഥി നിർണയം വലിയ പൊട്ടിത്തെറി എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് CPI-യുടെയും CPM-ന്റെയും ഒക്കെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത പുതിയ റിപ്പോർട്ടർമാർ വരുമ്പോൾ സൃഷ്ടിക്കുന്ന ബ്രേക്കിങ്ങുകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇലക്ഷനിലേക്ക് കടക്കുന്ന സമയത്ത് ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട്. ഇന്നിപ്പം എനിക്ക് CPI-യുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനത്തിലൊക്കെ അദ്ദേഹം ഭയങ്കര വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ CC മുകുന്ദൻ ഉന്നയിച്ചിട്ടുള്ള പേയ്മെന്റ് സൈറ്റ് വിവാദത്തെക്കുറിച്ചൊക്കെ നാട്ടികയിലുള്ള ലോക്കൽ സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറിയോ ഒക്കെ പ്രതികരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഏതൊക്കെയായാലും ഈ ഒരു അവസരത്തിൽ ഉണ്ടാകുന്ന ഇനിയും ഇലക്ഷന് ദിവസങ്ങൾ അനേകം ബാക്കിയുണ്ട്. ഇതിപ്പോൾ മാർച്ച് മാസം 9 തീയതി ആയിട്ടുള്ളൂ. ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്ന മെയ് മാസത്തിലാണ്. ഇനി 2 മാസത്തെ സമയം കൂടി ഉണ്ട് മുമ്പിൽ. അന്നേരത്തേക്ക് ഈ വാർത്തകളൊക്കെ പതുക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വരികയും ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഉടക്കി നിൽക്കുന്ന ആളുകളൊക്കെ
നിന്നൊക്കെ പാർട്ടിയിൽ സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഏത് പാർട്ടിയിലാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം പറവൂരിൽ നിന്ന് പുതിയുഗ യാത്ര അവസാനിക്കുന്ന ദിവസം തന്നെ ഒരു DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു CJ രാജു, ആദ്യമായിട്ടാണ് നമ്മൾ ആ പേരൊക്കെ കേൾക്കുന്നത് തന്നെ, അദ്ദേഹം പ്രശ്നവുമായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ പാർട്ടികളിലും തന്നെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകും. പക്ഷേ അതൊന്നും എത്രത്തോളം ഒരു വോട്ടറെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്നാലും ഒരു 0.5% ഒക്കെ ഒരുപക്ഷെ വോട്ടർമാരെ സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എങ്കിലും കുറച്ചുകൂടിയൊക്കെ ഗൗരവത്തോടു കൂടിയിട്ട് വേണം CPI സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അത് കോൺഗ്രസിനോടാണെങ്കിലും പറയാനേ സാധിക്കത്തുള്ളൂ, CPM-നോടാണെങ്കിലും CPI-യോടാണെങ്കിലും മുസ്ലിം ലീഗിനോടാണെങ്കിലും ഏത് പാർട്ടിയോടാണെങ്കിലും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. PS സുബാലിനെയും അതോടൊപ്പം തന്നെ സുനിൽകുമാറിനെയും ഒക്കെ ഇപ്രാവശ്യം മത്സര രംഗത്ത് ഇറക്കേണ്ടിയിരുന്നു എന്നുള്ള ഒരു പക്ഷമാണ് പറയാനുള്ളത്. അതുകൂടാതെ തന്നെ ബിനോയ് വിശ്വമായിരുന്നു VD സതീശനെതിരെ മത്സരിക്കേണ്ടിയിരുന്നത്. അത് മത്സരിക്കാതിരുന്നത് ഒരു വലിയൊരു രാഷ്ട്രീയ വിഡ്ഢിത്തരമായിട്ട് ഭാവിയിൽ വിലയിരുത്തപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.